നമസ്കാരം, ട്രെൻഡിറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. ഐഫോൺ 17ൻ്റെ എല്ലാ പ്രൊഡക്ട്സും ബിസ്മിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കാണാം. ഹലോ, ഹായ്. അക്ഷയ് അല്ലേ? അക്ഷയാണ് അപ്പോൾ നമ്മളുടെ ഇവിടെ ബിസ്മിയിൽ ഐഫോണിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ആള്. നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്ന് ട്രെൻഡിറ്റിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് അക്ഷയാണ്. ഐഫോൺ ആണല്ലോ ഇപ്പോൾ ലോകം മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അതെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രെൻഡിറ്റ് എപ്പിസോഡിലും നമ്മൾ ഐഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ഐഫോൺ നമുക്ക് പുതിയതായിട്ട് വന്നേക്കുന്നത് 17 ഉണ്ട്, 17 പ്രോ മാക്സ്, ഇതെല്ലാം പുതിയൊരു ഡിസൈനിലാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇതെല്ലാവരും വിചാരിച്ചാൽ ഐഫോൺ 17 സീരീസ് ആണ് എയർ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു ഐഫോണിന്റെ തന്നെ പുതിയൊരു സീരീസ് ആണ്. ഐഫോൺ എയർ എന്നാണ് പറയണത്. സ്ലിം ആയിട്ടുള്ളൊരു വേർഷൻ അല്ലേ? ഓക്കെ, ഐഫോൺ എയർ. ഓക്കെ, സിംഗിൾ ക്യാമറ. ഓക്കെ, ഇതിന്റെ എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് വരുന്നത്? എല്ലാത്തിലും ഇപ്പൊ നമുക്ക് ബേസ് തന്നെ സ്റ്റാർട്ട് ചെയ്യണത് 256 ആണ്. മെമ്മറി 128 ഇല്ല. അതല്ലാണ്ട് വന്നത് ബേസിൽ തന്നെ 120 FPS സ്ക്രീനാണ് വന്നത്. അത് തന്നെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ബേസിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇത്രയും നാളും പ്രോ സീരീസിൽ ഉണ്ടായതാണ്, ഇപ്പം നമ്മൾ ബേസിൽ കൊടുക്കണം. അതല്ലാണ്ട് എയറിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തിന്നാണ്. ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് സിംഗിൾ ക്യാമറയിലാണ് വന്നത്. ആകെയുള്ള ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ വൈഡ് ആംഗിൾ ഇല്ല. പിന്നെ ഇവിടെ ഈ സിം ആണ് വന്നത്. വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. സ്ലിം ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് എന്നുവെച്ചാൽ ഇത് തൊട്ട അത്ര മറ്റേ ബ്ലേഡിന്റെ അത്ര ഉണ്ടാവുള്ളൂ. അത്രക്കും സ്ലിം ആണ്, ഈസി ടു ക്യാരി ആണ്. പിന്നെ നമുക്ക് സെറാമിക്കിന്റെ 2 എന്ന് പറഞ്ഞ ഷീൽഡ് ആണ്. ഇപ്പൊ നമ്മുടെ ഈ 4 പ്രൊഡക്ട്സിൽ നമുക്ക് റേറ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് പ്രോ മാക്സിനാണ്. ഓക്കെ, 1,49,900. കാർഡ് ഓഫർ ഉണ്ട് നമുക്ക്. ICICI അല്ലെങ്കിൽ SBI ഉണ്ടെങ്കിൽ 4,000 ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഉണ്ട്. പിന്നെ EMI ഇല്ല. ഇപ്പൊ നമുക്ക് ഒരു 6 months ആവും ഫിനാൻസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ വേണമെങ്കിൽ EMI ഇടാൻ പറ്റും. എങ്ങനെയുണ്ട് ആക്ച്വലി കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ഉള്ള ഒരു റിവ്യൂ എങ്ങനെയുണ്ട്? ഇപ്പോഴും ഇന്ന് തന്നെ ഒരു 3-4 പേര് ഒന്ന് ചോദിക്കണ്ട. പ്രീ ബുക്കാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കണം. നമുക്ക് ഓരോ മന്ത്ലി ക്വാർട്ടർ ആയിട്ടാണ് വന്നത്. പ്രീ ബുക്ക് ചെയ്തിട്ട് ആഫ്റ്റർ 6 months അവരെ എടുക്കും? ഇല്ല, അങ്ങനെയല്ല. പ്രീ ബുക്ക് ചെയ്ത് നമ്മൾ വേഗം എത്തിച്ചു കൊടുക്കും. ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ എടുത്തു കൊടുക്കും. അങ്ങനെയാണ് വന്നത്. ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല. ഒന്നില്ല ഫുൾ എമൗണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, 16 സെയിം ഡിസൈനാണ് വന്നത്. ഡിസൈനിലല്ല നമ്മൾ ഇതിനകത്ത് മാറ്റി കൊണ്ടുവന്നേക്കണം. ഇതിന്റെ ബേസിലാണ് 16+ വരെയും ഇപ്പൊ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇതിറങ്ങിയ പിന്നെ അതെടുക്കണ ഒരു എമൗണ്ടിന് നമുക്ക് ശരിക്കും ഇപ്പൊ എല്ലാവർക്കും ബേസിൽ തന്നെ സ്റ്റാർട്ട് 82,900 റേറ്റ് ആണ്. കാർഡ് ഓഫർ ചെയ്തിട്ട് 17 മാത്രം 6,000 ക്യാഷ് ബാക്ക് ആണ്. ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആണ് വരുന്നത്. എല്ലാ പ്രൊഡക്ട്സും 6 months ശേഷം EMI അവൈലബിൾ ആണ്. അത് അല്ല, 17 നമുക്കിപ്പോ സ്കീം ഉണ്ട്. ബജാജ് ചെയ്യാം, HDB ചെയ്യാം, അങ്ങനെ ICICI അല്ലെങ്കിൽ IDFC എല്ലാ ഫിനാൻസ് സ്ട്രക്ചറും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് EMI ഇടാൻ പറ്റും. ഇതിനൊക്കെ ക്രെഡിറ്റ് കാർഡ് വെച്ച് യൂസ് ചെയ്യാനാണെങ്കിൽ 6,000 വരെ ക്യാഷ് ബാക്ക് ഉണ്ട്. ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആണ്. ആകെ പേ ചെയ്യേണ്ട എമൗണ്ട് തന്നെ 76,900. EMI ഇടണമെങ്കിൽ ഒരു 2, നേരത്തെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെങ്കിൽ ഒരു 2,700 ആ റേഞ്ചൊക്കെ വരുള്ളൂ. 24 months വരെ ഇടാം, 2 വർഷം. ഇതിൽ നമുക്ക് ബേസിൽ 256 സ്റ്റാർട്ട് ചെയ്യണത്. 120 Hz ഡിസ്പ്ലേ ആണ് വന്നത്. ക്യാമറ ഡ്യുവൽ 48 MP ക്യാമറയാണ് വന്നത്. ഫ്രണ്ടിലും ഇപ്പോൾ 18 MP ക്യാമറയാണ് വന്നത്. 16 പ്രോയിൽ പോലും ആ ഒരു ഇതില്ല. പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. A19 ചിപ്സെറ്റ് ആണ് വന്നേക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് 17-ലുള്ളത്. ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ 2 പ്രോയിലും പ്രോ മാക്സിലും ഉപയോഗിച്ചിരിക്കുന്നത് സെയിം ചിപ്സെറ്റ് ആണ് എയറിൽ വന്നേക്കുന്നത്. A19 പ്രോ ചിപ്സെറ്റ്. കുറച്ചുകൂടി കൂടുതലാണല്ലേ? അല്ല, ഇതിനെക്കാട്ടും കൂടുതലല്ല. പക്ഷെ ഇത് കമ്പയർ ചെയ്യണത് എല്ലാവരും വിചാരിക്കണം 17 ആ ഒരു ബേസിലാണ് ഇറങ്ങുമെന്ന് വിചാരിച്ചത്. 80 ആ റേഞ്ച്. പക്ഷെ ഇതിന്റെ റേറ്റ് വന്നപ്പോൾ എല്ലാവരും കിടങ്ങി. 120 റേറ്റ് വന്നത്. കഴിഞ്ഞ പ്രോന്റെ 16 പ്രോന്റെ റേറ്റ് 256 റേറ്റ് ആണ് ഇപ്പൊ ഇതിന് വന്നേക്കണം. ഇതിന്റെ ബേസ് തന്നെ 256 ആണ്. സ്ലിം ആയതുകൊണ്ട്, പുതിയൊരു എഡീഷൻ ആയതുകൊണ്ടാണ് ആ വാല്യൂ ഫോർ മണിയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒടിഞ്ഞൊന്നും പുതിയ കുറെ ഫോണുകൾ ഇറക്കുന്നുണ്ട്. ചെറുത് ഇതിന് കോപ്പി ആയിട്ട് ഇറക്കുന്നുണ്ട്. പക്ഷെ നമ്മളതിലൊന്നും ഇതാക്കാനുള്ള തിന്നെന്ന് പറഞ്ഞാൽ പക്കാ തിന്നായിരിക്കും. പിന്നെ ഡ്യൂറബിലിറ്റി ആണ് നമ്മൾ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഐഫോൺ കേസ് ഉപയോഗിക്കാണ്ട്
യൂസ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ അലൂമിനിയം ഇപ്പം നമുക്ക് ആക്കിയേക്കണോണ്ട് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് വന്നേക്കണമെന്ന് വെച്ചാൽ പെയിന്റ് ഹാർഡ് യൂസ് ചെയ്യണവർ ഫോൺ നോക്കാത്തവർ ആകെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെറാമിക് കോട്ടിംഗ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം. ഫുൾ അലൂമിനിയം പൊടിയാണ് വന്നേക്കുന്നത്. ഒരു ഇത് നമ്മൾ റിവ്യൂവിൽ ഇങ്ങനെ കേട്ടത് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക? ഹാർഡ് യൂസ് ആണെങ്കിൽ വെറുതെ ഇവിടെ ഇങ്ങനത്തെ ടേബിൾ വെക്കണ കുഴപ്പമില്ല. ഈ മറ്റേ തറയിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫോണാണെങ്കിലും സ്ക്രാച്ച് ആവും. അപ്പൊ നിങ്ങൾ 16 Pro എടുത്താലും അതിന്റെ സൈഡിലൊക്കെ സ്ക്രാച്ച് വരാറുണ്ട്. ഇപ്പൊ കവർ ഇട്ടാൽ പോലും സ്ക്രാച്ച് വരുന്നുണ്ട്. അപ്പൊ ഇത് എടുക്കുവാണെങ്കിൽ എന്തായാലും നമ്മ എമൗണ്ട് കൊടുത്തു അങ്ങനെയുള്ള. അപ്പൊ എല്ലാവരും കവർ ഇട്ട് ഉപയോഗിക്കുക. സ്ക്രീൻ ഗാർഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ, വീണ പൊട്ടോ അങ്ങനത്തെ സ്കീമൊന്നുമില്ല. കുറെ ടെസ്റ്റിങ്ങിന്റെ റിവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. താഴത്ത് എന്തോരം ഡാമിന്റെ പൊക്കത്ത് നിന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇട്ടിട്ട് പോലും പൊട്ടിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ഇതാണ്. അതിൽ നമുക്ക് ഐഫോൺ ഇതാക്കാനായിട്ടൊന്നുമില്ല. താഴത്ത് വീണാൽ പൊട്ടൊന്നുമില്ല. നമ്മളിപ്പോ കവറേജ് എങ്ങനെ കൊടുക്കുന്നത്? ഈ വാറന്റി 1 year ആണ് വന്നത്. അല്ലാണ്ട് ആപ്പിൾ കെയർ എടുത്തു കഴിഞ്ഞാൽ 2 year വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യും. ഇതിന്റെ ക്യാമറ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ്? ഇത് നമുക്ക് ടെലിഫോട്ടോ 8x വരെ ഇപ്പം നമുക്ക് സൂം തന്നെ ഉണ്ട്. ക്യാമറയിൽ മാക്സിമം സൂം കപ്പാസിറ്റി ഇപ്പോൾ വന്നത് 40x ആണ്. ആദ്യമായിട്ടാണ് ഐഫോണിൽ വന്നത് 40x സൂം വന്നത്. പിന്നെ പുതിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പോൾ എന്താ പറയുക ലെഫ്റ്റ് സൈഡിലോട്ട് നീങ്ങി ഫോട്ടോ എടുത്തേ അത് കറക്റ്റ് വരുമ്പോൾ മിഡിലായിരിക്കും. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ മിഡിലായിട്ട് തന്നെ വരാം. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാലും മിഡിലായിട്ട് വരും. വൈഡ് ആയിട്ടുള്ള ആംഗിൾസിൽ നമുക്ക് ഗ്രൂപ്പ് സെൽഫി ഒക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, പക്കയായിരിക്കും. അത് ഇതിന് മാത്രമുള്ള ഫീച്ചർ ആണല്ലേ? ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഐഫോണിന്റെ പിന്നെ എത്ര വലിയ വൈഡ് ആംഗിളാണ് കൂടുതലിരിക്കുന്നത്. ഇതിന്റെ അത് ഡ്രോബാക്ക് വന്നത് തന്നെ വൈഡ് ആംഗിളാണ്. അതുകൊണ്ട് ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യാത്ത. ഇതിൽ വൈഡ് ആംഗിളും കൂടി ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് തന്നെ എടുക്കുള്ളൂ. പ്രോ മാക്സിന് മാത്രമാണ് അല്ല, ഈ രണ്ട് സീരീസ് പ്രോയും പ്രോ മാക്സും സെയിം തന്നെയാണ്. പക്ഷെ ഇതിന്ന് വരുമ്പോൾ കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്. പ്രോ ഇതിനോട് കയ്യിൽ ഒതുങ്ങണ ടൈപ്പാണ്. ഇതിൽ തന്നെ എല്ലാ കപ്പാസിറ്റി ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഇതിനോട് വലുതായിരിക്കും. ബാറ്ററിയും ഇതിനോട് വലുതായിരിക്കും. സ്ക്രീൻ സൈസും ബാറ്ററിയും അതായത് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ 16+ ഉണ്ട്. അതൊന്നും അതിന്റെ വ്യത്യാസം വേറെ ഒന്നുമില്ല. ബാറ്ററി കൂടുതലാണ്, സ്ക്രീൻ സൈസും വലുതാണ്. ഇത് രണ്ടുള്ളൂ. അതേപോലെ തന്നെ പ്രോയും പ്രോ മാക്സും ഇത് വരുമ്പോൾ ഇത്തിരി കൂടി എന്താ സൈസ് വലുതായിരിക്കും, ബാറ്ററി ഇതായിരിക്കും. സെയിം ഫീച്ചേഴ്സ് തന്നെ. കയ്യിൽ ഒതുങ്ങാനായിട്ട് യൂസ് ചെയ്യണവർക്കാണെങ്കിൽ ചെറിയൊരു ഫോം വേണമെന്നുള്ള ഇതിൽ എല്ലാ പ്രോസസ്സറും വേണമെങ്കിൽ പ്രോ എടുക്കാം. അല്ല വലിയൊരു ഫോം വേണം, കയ്യിൽ ഇത്തിരി ബൾക്കായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രോ മാക്സ് എടുക്കാം. നമ്മളുടെ ആവശ്യം അനുസരിച്ചാണല്ലേ നമ്മൾ ഓരോ പ്രൊഡക്റ്റും ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നല്ലൊരു ക്യാമറ ക്വാളിറ്റി ആണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോ മാക്സ് പ്രോ സീരീസിലോട്ട് പോവാം. ഓക്കെ, അത് അവരുടെ ചൂസാണ്. കയ്യിൽ ഒതുങ്ങണോ ഇതിനോട് വലുതാണോ എന്നുള്ള ഇതുണ്ട്. പിന്നെ വീഡിയോഗ്രഫി എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ആണെങ്കിൽ പ്രോ മാക്സിലോട്ട് പോകാനേ ഞാൻ പറയുള്ളൂ. ആ ഒരു പ്ലേ ബാക്ക് ടൈം കിട്ടും, വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടും. എന്ന് വെച്ചാൽ ബാറ്ററി ഇത്തിരി കൂടുതലാണല്ലോ, അവരിത് മാത്രമേ വന്നുള്ളൂ. പിന്നെ ഇത് രണ്ടിലും സെയിം കളേഴ്സ് അവൈലബിൾ ആണ്. സിൽവർ, ഡീപ് ബ്ലൂ, പിന്നെ മിസ്റ്റ് ഓറഞ്ച്. ഓക്കെ, രണ്ട് കളർ കൂടി വരുന്നുണ്ടല്ലേ നമ്മൾ? പക്ഷേ കോമൺലി നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു കളറാണ് എല്ലാവരുടെ കയ്യിലും. ഈ രണ്ട് കളർ പിന്നെ ഇത് കണ്ടോ സിൽവർ. ഓക്കെ, ഈ ഒരു കളർ വന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പൊ ലോഞ്ച് ആയിരിക്കുന്ന ഓറഞ്ച് ആണോ? അല്ല, എല്ലാവരും ലോഞ്ച് ചെയ്യുന്നുണ്ട്. കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ഓറഞ്ചാണ്. റിവ്യൂസിലൊക്കെ നമ്മൾ കാണുന്നത് ഈ ഓറഞ്ച് കളറാണ് നമ്മൾ കൂടുതൽ കണ്ടത്. ഓറഞ്ച് ആണ് ഇപ്പൊ പുതിയ കളറാണല്ലോ. പിന്നെ അത് രണ്ടിലും ഇപ്പൊ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട് കൂൾ ആക്കാനായിട്ടുള്ള. അതായത് ഫോൺ ഹീറ്റ് ആവുമ്പോ പ്രോയിലും പ്രോ മാക്സിലും വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം എന്നാണ് അതിനെ പറയണത്. അത് 16 Proയിലും പ്രോ മാക്സിലും ഒന്നുമില്ല, 17ലാണ് വന്നത്. എയറിലുണ്ട്. പക്ഷെ മെയിനായിട്ട് യൂസേജ് വന്നത് ക്യാമറ അങ്ങനത്തെ ഇതിൽ വരുമ്പോൾ പ്രോയിനും പ്രോ സീരീസിനും ഉള്ളൂ. ഹീറ്റ് ആവത്തേ ഇല്ലെന്നാണോ പറയുന്നത്? ഹീറ്റ് ആവത്തേ ഇല്ലെന്നല്ല, കാരണം ഇതിലൊക്കെ ഇപ്പൊ ചെറിയൊരു ഹീറ്റ് നമുക്ക് അതുണ്ടാവും. 16 Pro Max ഒക്കെ യൂസ് ചെയ്യണവർക്ക് അറിയാം. ക്യാമറ ഒക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യണം. അതായത് അതിൽ 120 Hz FPS വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ് അതിനകത്താണ്. അത് തന്നെ ഇതിനകത്തുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നല്ല ലോഡ് ഉണ്ടാവും. 4Kയിലാണ് ഷൂട്ട് ചെയ്യണത്. 120 FPS-ലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യണത്. നല്ല ആക്യുറേറ്റ് ആയിരിക്കും. അത് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ എഡിറ്റിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ചൂടത്ത് ഒരു പുറത്തേക്ക് ഇരിക്കണമെങ്കിൽ ഒരു കാറ്റില്ല അങ്ങനത്തെ ഒരു ഇതിലാണെങ്കിൽ ഫോൺ നല്ല രീതിക്ക് ചൂടാവും. അതിലൊക്കെ അതിലൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഒരു പരിധി വരെ ഇതാവും. ഓക്കെ, ഒരു ഡൗട്ട് പോലെ ചോദിക്കുവാണ്. കാരണം ഐഫോൺ എപ്പോഴും നമ്മൾ ഇച്ചിരി റേറ്റ് കൂടുതലാന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണക്കാർക്ക്
ഈസിലി അഫോർഡബിൾ ആയിട്ടുള്ള ഇതല്ല. പക്ഷെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉള്ളത് കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ ഉള്ളത് കൊണ്ടിട്ടാണോ നമ്മൾ അത്രയും ഒരു എമൗണ്ടിലേക്ക് പോകുന്നത്? ബ്രാൻഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയത് തന്നെ അവരുടെ ക്വാളിറ്റി കൊണ്ടാണല്ലോ. അല്ലാണ്ട് വെറുതെ ഒരു ഇതിന് നമുക്ക് ക്വാളിറ്റി കൊടുക്കാൻ പറ്റില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഉണ്ടാക്കിയിട്ടാണ് ബ്രാൻഡ് ആയത് തന്നെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈ സാധാരണക്കാരെന്ന് പറഞ്ഞല്ലോ, അവർക്ക് ഫോൺ, ജസ്റ്റ് ഒരു ഫോൺ വിത്ത് ഹൈ സ്പെക്ക് നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ, അങ്ങനെ ഒരു ഇത് നോക്കണമെങ്കിൽ ബേസിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് EMI സ്കീമും അവൈലബിൾ ആണ് ഇപ്പോൾ. അല്ലാതെ ക്യാമറ, കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ ഇതൊക്കെ നോക്കണമെങ്കിൽ ഒരു ക്യാമറ എടുക്കാൻ നോക്കണ ആൾ, അവർക്ക് ഫോണും കൂടി വേണം എപ്പോഴും ഈസി ടു യൂസ് ആയിരിക്കണമെങ്കിൽ മാത്രം ഫോൺ 17 Pro സീരീസ് അങ്ങനെ നോക്കാം. അല്ലാണ്ട് അവരുടേതായ ഒരു ഐഫോണിനോടുള്ള ഇഷ്ടം കൊണ്ട് എടുക്കണവരുണ്ട്. എന്താ പുതിയത് ബ്രാൻഡ് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിലോട്ട് ഇറങ്ങിക്കാൻ ഞാൻ 10 തൊട്ട് യൂസ് ചെയ്യണേ. ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് തിരിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് ഇതിന്ന് പുറത്തോട്ട് വരാൻ പറ്റൂല. എല്ലാതും തന്നെ യൂസ് ചെയ്തിരിക്കും. 2 പുതിയ സീരീസ് 2 പൊക്കത്തോട്ട് കഴിഞ്ഞാൽ അതിന്റെ പൊക്കത്ത് എടുക്കാൻ നമ്മൾ നോക്കുള്ളൂ. അല്ലാണ്ട് വേറെ ആൻഡ്രോയിഡോട്ട് പോകാൻ ഒരു ചാൻസും ഇല്ല. ഓക്കെ, ഇപ്പോൾ ഒരാൾക്കൊരു ഭയങ്കര ഹൈ ക്വാളിറ്റി ക്യാമറയൊന്നും വേണ്ട, പക്ഷെ ഒരു ഐഫോൺ എല്ലാ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഏതായിരിക്കും അക്ഷയ് സജസ്റ്റ് ചെയ്യാം? പുതിയ സീരീസ് ആണെങ്കിൽ 17 തന്നെ, ഓഫ് കോഴ്സ് 17 ആണ്. 17 മതി. അതല്ലാതെ ഇപ്പോൾ ഒരു ഫോൺ, നല്ലൊരു ഫോൺ എടുക്കണമെങ്കിൽ മിനിമം ഒരു 50K ആ റേഞ്ച് ആവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ 15 ഉണ്ട്, 13 ഉണ്ട്, ഓരോ സീരീസ് ഉണ്ട്. അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഫോൺ കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും നമുക്ക്. അതിങ്ങനെ ഇപ്പോൾ സാധാരണക്കാർ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാത്തിനും സ്കീമാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു ഇതാണ്, ഇപ്പോൾ സാംസങ് ഇപ്പോൾ ഐഫോണിൻ്റെ ലോഞ്ചിനോടനുബന്ധിച്ചൊരു ആഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. മീൻസ് ഇൻ്റഗ്രേഷൻ കൂടുതലുള്ളത് സാംസങ്ങിനാണെന്ന് പറഞ്ഞിട്ട്, ഒരു ഫോണിന് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടതും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഐഫോണിനുള്ള ബ്രാൻഡ് ഇൻ്റഗ്രേഷൻ നമുക്ക് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആണോ ശരിക്കും? ഡ്രോബാക്ക് ആണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മൾ കൂടുതൽ പ്രൈവസി, സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് കമ്പയർ ചെയ്യാൻ പാടില്ലെന്നാണ് ശരിക്കും. ബ്രാൻഡ് കമ്പയർ ചെയ്തെന്നാണ് പറഞ്ഞേക്കണം. നമുക്ക് നമ്മളുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ഏതാണോ ഫോൺ അവരൊന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺവേ ചെയ്യുക. ഇതിനകത്ത് എന്താ ഉള്ളത് അതും കൂടെ പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് ഒരു ഫോൺ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. ഇപ്പോൾ ചിലവർ കമ്പയർ ചെയ്യുന്നത് S24 അൾട്രയും. അല്ല, ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞത് ഇന്നത്തെ ഭയങ്കര അഡ്വാൻസ് ആയിട്ട് എല്ലാവരും ഇത് ചെയ്യുന്നത്. അത് പ്രൈവസി ആയതുകൊണ്ടാണ് വെക്കാത്തത്. നമ്മൾ ചെറുപറാന്ന് കൊടുക്കണമെന്നുള്ളൂ നമുക്കൊണ്ട്. കാരണം ഐഫോണിന്റെ ആഡ് അവർ ലോഞ്ച് ചെയ്തത് തന്നെ പ്രൈവസി വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് അപ്പോൾ അഡ്വാൻസ്ഡ് ആണ്. നമ്മുടെയും അങ്ങനെയൊക്കെ അഡ്വാൻസ്ഡ് ആണ്. അത്രയും ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മളങ്ങനെ നോക്കണം. നമുക്ക് കൂടുതലും ക്ലാരിറ്റിയിലും പ്രൈവസി പിന്നെ ക്വാളിറ്റിയിലാണ് നോക്കണം. വെറുതെ ഇങ്ങനെ ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, പിന്നെ ഇതിന്റെ അങ്ങനെ പൊട്ടിക്കാനല്ല. പിന്നെ ഇതിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ചിലവർ ഗെയിം കളിക്കാൻ എടുക്കാറുണ്ട്. എന്നുവെച്ചാൽ ഇപ്പൊ ഗെയിമിംഗ് ഫീൽഡ് നല്ല ഇത് കയറിയിട്ടുണ്ടല്ലോ. ആ ഒരു ഇതിന് എടുക്കണമെങ്കിൽ തന്നെ ഇതിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള FPS ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇതിൽ 120 എന്ന് പറഞ്ഞാൽ 120 ആയിരിക്കും, അല്ലാണ്ട് ആ 90-ലോട്ട് പോവില്ല. ചില ഫോൺ 100% ഉറപ്പാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നാണ്, നമുക്കറിയാൻ പറ്റും. അല്ലാണ്ട് ഇപ്പോൾ ഗെയിമിംഗ് ഫീൽഡിലുള്ള എല്ലാ യൂട്യൂബേഴ്സും ഉണ്ട്, അവരൊക്കെ സജസ്റ്റ് ചെയ്യണത് ഐഫോണാണ്. ഗെയിം ആ ഒരു ഇത് ഹൈ പെർഫോമൻസിന് എടുക്കുകയാണെങ്കിൽ ഐഫോൺ എല്ലാവരും ചൂസ് ചെയ്യും. സാംസങ്ങിലോട്ട് പോകാറില്ല. പിന്നെ പ്രൊമോഷൻ്റെ രീതിയിൽ അവർ ചെയ്യാറുണ്ടാവും, അവരുടെ എന്തായാലും ഐഫോൺ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും കൂടാതെ നമുക്ക് എയർപോഡ്സും ലോഞ്ച് ആയിട്ടുണ്ടല്ലേ? രണ്ടെണ്ണം സീരീസ് ആണ് വന്നേക്കണത്. എയർപോഡ്സ് 4ഉം എയർപോഡ്സ് Pro 3 എന്ന് പറഞ്ഞത് നമുക്ക് ബേസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ എയർപോഡ്സ് 4 സ്റ്റാർട്ട് ചെയ്യണത് 12,900. വിത്ത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ വരുമ്പോൾ 17,900 ആണ് വന്നത്. എയർപോഡ്സ് Pro 3 വരുമ്പോൾ 25,900 ആ റേറ്റ് വരും. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലാത്തത് നമുക്ക് ലോഞ്ച് ആയിട്ടുള്ളൂ, സ്റ്റോക്ക് വരും. നമുക്ക് പ്രീ ബുക്കിംഗ് ആണ് ഇതിനും എടുക്കണത്. പ്രീ ബുക്ക് ചെയ്താൽ 1 വീക്കിനുള്ളിൽ നമ്മൾ എടുത്തു കൊടുക്കും. അല്ലെങ്കിൽ സ്റ്റോക്ക് അവൈലബിലിറ്റി ഇപ്പൊ എല്ലായിടത്തും പ്രീ ബുക്കിംഗ് ഉണ്ട്, ആവശ്യക്കാർക്ക് മാത്രം ഇപ്പൊ കൊടുക്കണം. അല്ലാണ്ട് നമുക്ക് സ്റ്റോക്ക് ഇല്ല എടുത്ത് ഇവിടെ വെക്കാനായിട്ട്. ഇപ്പൊ 2 months മിനിമം എടുക്കും സ്റ്റോക്ക് നമുക്ക് സ്റ്റോറിൽ വരാനായിട്ട്. അപ്പൊ തന്നെ എടുത്ത് കൊടുക്കാം. അല്ലാണ്ട് പ്രീ ബുക്കാണ് നമ്മൾ ചെയ്യണം. ഇത് വരുമ്പോൾ രണ്ടും H2 എന്ന് പറഞ്ഞ ചിപ്പ് സെറ്റിലാണ് വന്നത്. പിന്നെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ളതിലാണെങ്കിൽ 30 hours ഓഫ് പ്ലേ ബാക്ക് വരുന്നുണ്ട് വിത്ത് കേസ്. അല്ലെങ്കിൽ 5 hours സിംഗിൾ ചാർജിൽ യൂസ് ചെയ്യാൻ പറ്റും. പ്രോ സീരീസ് വരുമ്പോൾ 8 hours സിംഗിൾ ചാർജിൽ യൂസ് ചെയ്യാം. അതല്ലാണ്ട് 60 hours ഓഫ് പ്ലേ ബാക്ക് ഉണ്ട്. 8 hours അത് എനിക്കൊന്ന് ഇപ്പോൾ പുതിയതായിട്ട് വന്നതിനാൽ ഇത്രയും ടൈം കിട്ടുന്നതല്ലേ. പിന്നെ നമുക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇതിനോട് എന്താ പറയുക അഡ്വാൻസ് ആയിട്ടുണ്ട്. കൂടുതൽ സൗണ്ട് കട്ട് ചെയ്യും,
ഒന്നാമത് എയർപോർട്സിന്റെ 2 Pro ഒക്കെ യൂസ് ചെയ്തവർക്ക് അറിയാം ഏതൊരു നോയ്സ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി നോയ്സ് ക്യാൻസലേഷൻ യൂസ് ചെയ്താൽ അത് ഫുള്ള് കട്ടാവും. അതിപ്പോ സാധാ ഒരു ബോട്ടിന്റെ യൂസ് ചെയ്യണ പോലെയല്ല, അത് യൂസ് ചെയ്താണ് അവർക്ക് മനസ്സിലാവും. ക്വാളിറ്റിയാണ് കൂടുതലും. സൗണ്ടിന്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ബഡ്സ് വാങ്ങണ്ടി നമ്മുടെ ചെവിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ അതൊരു വേറെ പണി വരും. ചെറിയ കാശിനോർത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ ചെവി പെട്ടെന്ന് അടിച്ചു പോകും പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലാണ്ട് നമ്മൾ ഇതന്നെ എടുക്കണമെന്നല്ല, ഇതിന്റെ ഒരു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കുള്ളൂ. നല്ലൊരു ക്വാളിറ്റിയും പിന്നെ ഇതിനും ഡ്യൂറബിലിറ്റി ഒക്കെ തന്നെയുണ്ട്. പിന്നെ നമുക്ക് കൂടുതലും സ്പെക് വൈസ് ആണ് വന്നത്. ടച്ച് കൺട്രോൾ നമുക്ക് പ്രോ സീരീസിന് വന്നത്, അല്ലാണ്ട് ഫോഴ്സ് കൺട്രോളാണ് വന്നത്. സ്പാച്ചൽ ഓഡിയോ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ പ്ലേ ബാക്ക് ടൈം ആണ് വന്നത്. പിന്നെ നമുക്ക് മാക്സ് സേഫ് ചാർജിങ് ഒക്കെയാണ്. ഇതിന്റെ സൈസ് ചെറുതായിട്ട് വരും, അങ്ങനെ എന്തെങ്കിലും അപ്പിയറൻസിൽ എന്തെങ്കിലും? പ്രോ സീരീസ് വരുമ്പോൾ ബഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബഡ്സ് ഉണ്ടാവില്ല. നമുക്ക് ബഡ്സ് നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് ഇതാക്കാൻ പറ്റും. പ്രോ സീരീസിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ബഡ്സ് ഉണ്ടാവും. ഇതിന് EMI ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ നിലവിലുണ്ട്, ആക്റ്റീവ് ആണ്. അപ്പൊ ഇതാണ് പുതിയ iPhone 17ന്റെ ഏറ്റവും വിശേഷങ്ങളല്ല. അപ്പൊ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന, അവരുടെ നീഡ്സ് അനുസരിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും. ഇപ്പൊ ക്യാമറ ബെസ്റ്റ് വേണ്ടവർക്ക് പ്രോ സീരീസിലോട്ട് പോവാം, ചൂസ് ചെയ്യാം. ഇനി സ്ലിം ആയിട്ട് വേണം, ലൈറ്റ് വെയിറ്റ് ആണ്, ഹാൻഡ് യൂസ് ആണ് നോക്കണമെങ്കിൽ എയറിലോട്ട് പോവാം. അതിനും ക്യാമറക്ക് ഒരു ഇതില്ല കേട്ടോ. ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞത് വൈഡ് ആംഗിൾ ഇല്ല, അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ 17 ബേസ് മോഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 17ലോട്ട് പോവാം. അതും ബേസ് എന്ന് പറയാൻ പറ്റില്ല, നേരത്തെ പ്രോന്റെ എല്ലാ സ്പെക്കും നമുക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞപ്പോ ഇതാണ്. വേണ്ടവര് പ്രീ ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 17 നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. 17 അവൈലബിൾ ആണോ? പ്രോ സീരീസ് നമുക്ക് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. നാളെ മറ്റന്നാളെ സ്റ്റോക്ക് എത്തും. പ്രീ ബുക്ക് ചെയ്യേണ്ടവർക്ക് പ്രീ ബുക്ക് ചെയ്യാൻ, കളർ ചൂസ് ചെയ്യേണ്ടവർക്ക്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്കുള്ള നമുക്ക് എടുത്ത് തരാം. അതെ, കളർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കളറും കൂടി അവൈലബിൾ ഉണ്ട് അല്ലേ? ആഷും ബ്ലൂവും. ഈ ബ്ലൂ തന്നെയാണ്. പിന്നെ ഒരു സിൽവറും. ഓക്കെ. അപ്പോൾ ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് വന്നിട്ട് നമ്മളുടെ ആവശ്യം അനുസരിച്ച് ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളുടെ ആപ്പിളിന്റെ സ്റ്റാഫ് തന്നെയാണല്ലേ ഓക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് iPhone 17 എന്നുള്ളതാണ് സീരീസ്. അപ്പോൾ ട്രെൻഡിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.